ദൈവം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിക്കും. അതേ പ്രിയരെ, ദൈവവചന കേൾവി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കർത്താവിന്റെ വചനം പറയുന്നു, ദൈവവചനം കേൾക്കുന്നവൻ ഭാഗ്യവാനെന്നാണ്. എന്നാൽ കുറച്ചുകൂടെ ഗൗരവമായിട്ട് അപ്പോസ്തലനായ യാക്കോബ് പഠിപ്പിക്കുകയാണ്, ദൈവവചനം കേൾക്കുക മാത്രം ചെയ്യരുത്, അത് ചെയ്യുന്നവരായിരിക്കും. ഇത് നിലകളിൽ നമുക്ക് ദൈവവചനം കേൾക്കുവാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് സ്വയം തൻ്റെ വായനയിലൂടെ ദൈവവചനം കേൾക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ വായനയിലൂടെ പഠിപ്പിക്കലിലൂടെ ദൈവവചനം കേൾക്കുവാൻ സാധിക്കും. മറ്റുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൂടെയൊക്കെ ദൈവവചന കേൾവി നമുക്ക് ലഭ്യമാകും. എന്നാൽ ഈ വചനം കേൾക്കുക മാത്രമല്ല, ആ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, അതിനൊപ്പം വണ്ണം ആ പ്രായോഗിക തലത്തിലേക്ക് നാം ആ വചനത്തെ കൊണ്ടുവരണം, അത് ചെയ്യുന്നവരായിത്തീരണം. അല്ലാത്ത പക്ഷം ഈ വചനം കേൾക്കുന്നവർ തങ്ങളെ തന്നെ ചതിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വചനം കേട്ട് നമ്മളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ അത് ചെയ്യുന്നവരായി തീരാം. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.